പ്രശസ്ത ആഖ്യായികകാരൻ സി വി രാമൻപിള്ളയുടെ മകൾ മഹേശ്വരി അമ്മയുടെയും പ്രശസ്ത ഹാസ്യ സാമ്രാട്ട് ഇ വി കൃഷ്ണപിള്ളയുടെയും 4ാമത്തെ പുത്രൻ കെ ഭാസ്കരൻ നായർ. ഇതാരാണെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോ സംശയം തോന്നുന്നുണ്ടാവും. നമ്മുടെ മലയാളത്തിലെ എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട ഒരു നടൻ അടൂർ ഭാസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. 1 ലക്ഷം കൂടെ പോരും. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഭാരം തങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങളെ തേടി നടപ്പു വരുവിൽ, നിങ്ങൾ വരുവിൽ. മായമില്ല, മന്ത്രമില്ല, ജാലവുമില്ല. MG കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പാസ്സായി. ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമ എടുത്തു. അദ്ദേഹത്തിന് മധുരയിൽ ആയിരുന്നു ആദ്യം ജോലി. ആകാശവാണിയില് TN ഗോപിനാഥൻ നായർ സാറുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് സഖി എന്ന പത്രത്തിന്റെ സഹപത്രാധിപരായി ജോലി നോക്കിയിരുന്നു. അതിനുശേഷം അമച്വർ നാടക സമിതിയായ കലാവേദിയിൽ അദ്ദേഹം നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങി. തിരമാല എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. മുടിയനായ പുത്രൻ എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലൊരു വഴിത്തിരിവായത്. 1200-ൽ പരം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. കോമഡി ക്യാരക്ടറിന് 2 സ്റ്റേറ്റ് അവാർഡും ഒരു സഹനടനുള്ള ഒരു അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടെയാണ്. ഹാസ്യഗാനങ്ങൾ അദ്ദേഹത്തിന്റെ വളരെ വളരെ പ്രസിദ്ധമായിരുന്ന ഒരുപാട് ഹാസ്യഗാനങ്ങൾ അദ്ദേഹം പാടി അഭിനയിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള റോളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ മോഹിനിയാട്ടം എന്ന ചിത്രത്തില് വളരെ സീരിയസ് ആയിട്ടുള്ള റോളാണ് അദ്ദേഹം ചെയ്തത്. അതിലത്തെ ഒരു പാട്ട് ഞാൻ പാടാം. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം. ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, ജലരേഖകൾ. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം. ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, ജലരേഖകൾ. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം. ഹാസ്യത്തിന്റെ പര്യായ പദം ഏത് എന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയും അടൂർ ഭാസി. ഞാൻ കണ്ടു വളർന്ന ഒരു ഹാസ്യം, അല്ലെങ്കിൽ ഞാൻ കേട്ട് തഴമ്പിച്ച ഹാസ്യം, അത് ഭാസ്കരന്റെയാണ്. ഭാസ്കരനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു നടന ശൈലി തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഓരോ ഇംപ്ലിമെന്റേഷൻസ് ടു ദ സിനിമ. കാരണം ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും പ്രേം നസീർ, അടൂർ ഭാസി ഒരു ടീം, പ്രേം നസീർ CID, അടൂർ ഭാസി വേറൊരു വൈദ്യരുടെ വേഷത്തിലും എല്ലാം വരും. സത്യം പറഞ്ഞാൽ ഇത് കാണാൻ വളരെ രസമായിരുന്നു നമുക്കെല്ലാം പണ്ട്. നിങ്ങൾക്കും അതൊരു പക്ഷെ തോന്നുന്നുണ്ടായിരിക്കും. അടൂർ ഭാസി അവസാനമാണ് തെളിയിക്കുന്നത്, ദാ ഞാൻ പോലീസാണ് എന്ന്. അപ്പം ഈ ഫൈറ്റ് സീൻ വരും. ലാസ്റ്റിൽ വില്ലൻ GK പിള്ള പാമ്പും ഒക്കെ ആയിട്ട് വന്നൊരു ഫൈറ്റ് സീൻ വരുമ്പോഴത്തേക്ക് അടൂർ ഭാസി രംഗത്ത് വരും, നസീർ സാർ വരും, വില്ലന്മാര് വരും, എല്ലാം കൂടെ ഒരു ഫൈറ്റ്. അടൂർ ഭാസിയുടെ ഫൈറ്റ് കാണാനാണ് അന്ന് കൂടുതൽ ആൾക്കാരും തിയേറ്ററിൽ കയറുന്നത്. കാരണം അടൂർ ഭാസിയുടെ ഫൈറ്റിലൊരു പ്രത്യേകതയുണ്ട്. ഈ വില്ലന്റെ കൂട്ടുകാരടിക്കാൻ വരുന്ന ആളിന്റെ പോക്കറ്റിനകത്ത് കൈയിട്ടിട്ട് ചക്കചകചകചകാന്ന ഒരു പിടിയുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ജനം ഭയങ്കര കയ്യടിയാണ്. അപ്പൊ അത് ഓർമ്മ വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്യുന്നതാണ്. ആഭരണത്തോട് വലിയ താല്പര്യമായിരുന്നു, അല്ലേ ശ്രീരാമ? അതായത് ഒരു 25 പവനുള്ള മാല, ഒരു 40 പവനുള്ള അരഞ്ഞാണം, പിന്നെ ഈ കോയിൻസ് എടുത്തിട്ട് കിഴിയായിട്ട് വെക്കുക. ഒരു 50 ഗോൾഡ് കോയിൻ എടുത്ത് ഒരു കിഴി, എന്നിട്ട് എന്നും ഒരു 40 കോയിൻ കിഴിയെടുത്ത് എല്ലാരെയും ഇങ്ങനെ കാണിക്കുക. പക്ഷെ അദ്ദേഹം ബാച്ചിലർ ആയിരുന്നു, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹം മരിച്ചുപോയി, എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ആഭരണങ്ങൾ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹത്തിന്റെ പാട്ടിനെ കുറിച്ച് ചിത്ര പറഞ്ഞു. ഭാഗ്യക്കുറി എന്ന പടത്തിലൊരു പാട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. 1 രൂപ നോട്ട് കൊടുത്താ 1 ലക്ഷം കൂടെ പോരും. 1 രൂപ നോട്ട് കൊടുത്താ 1 ലക്ഷം
പുരുഷൻ കൂടെ പോരും. ഇതൊരു പാട്ട്. പിന്നെ ആഭിജാത്യത്തിലൊരു പാട്ടുണ്ട്. ആഭിജാത്യം ഉഗ്രം പാട്ടാണ്. തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, തള്ളു 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 തള്ളി പന്നാസു വണ്ടി, ഈ പന്നാസു വണ്ടി. തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി. ചിത്രപാട്. തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. തള്ളു 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 പന്നാസു വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. ഹാസ്യത്തിന് പുതിയ തലങ്ങൾ കണ്ടെത്തിയ ഒരു മഹാനായ നടനാണ് അടൂർ ഭാസി സാർ. അദ്ദേഹം ഒരു നടൻ മാത്രമായിരുന്നില്ല, പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആദ്യ പാഠം എന്ന് പറയുന്ന കമലഹാസൻ അഭിനയിച്ച പടം, പിന്നെ നമ്മുടെ ഷീലാമ്മ അഭിനയിച്ച അച്ചാരോമനി ഓശാരോമനിയൊക്കെ ഭാസിചേട്ടൻ സംവിധാനം ചെയ്ത പടങ്ങളാണ്. പിന്നെ പഴയ സിനിമകളിൽ എന്താണ് പറയണ്ടത്, ഈ മെയിൻ ഒരു സ്റ്റോറി ട്രാക്കും ഒരു കോമഡി ട്രാക്കും തനിത്തനിയായിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഡയറക്ടേഴ്സ് വരെ ഇങ്ങനെ ഈ കോമഡി സീനിന് വെറും അടൂർ ഭാസി എന്ന് മാത്രമേ എഴുതാറുണ്ടായിരുന്നുള്ളൂ എന്ന്. അവിടെ വന്നിട്ട് ഭാസിച്ചേട്ടൻ തന്നെ ഉടനെ ഈ ഒരു കോമഡി ട്രാക്ക് അവർ തന്നെ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കഴിവും കൊണ്ടുള്ള മഹാനായ നടനായിരുന്നു അടൂർ ഭാസി ചേട്ടൻ. അടൂർ ഭാസിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു 10-60 പടങ്ങൾ അങ്ങേരോട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു നടനാണ്. ടൈമിംഗ് സെൻസ്, അതായത് ഒരു ഹാസ്യ നടന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം, ഒരാൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു ടൈമിംഗ് സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹാസ്യ നടനെ ആവാനൊക്കത്തുള്ളൂ. ഞാൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പടം കമലഹാസൻ, ഒരു പുതിയ പെണ്ണും. ഞാൻ വിചാരിക്കുന്നത് കാലത്തിന്റെ ഒരു പോക്കെ. അന്ന് കമലഹാസനായിരുന്നു ആ പടത്തിലെ ഹീറോ. പക്ഷെ ആ പടം എടുത്തു കഴിഞ്ഞിട്ടും ആരും മേടിക്കുന്നില്ല പടം, ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സും വരുന്നില്ല. അപ്പൊ അവരൊക്കെ പറയാണ് ഷീലയെ പോലെ ഒരു നടി ആരെങ്കിലും ഇട്ട ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഞങ്ങൾ പടം മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അടൂർ ഭാസി എന്നോട് വന്ന് ചോദിച്ചു, അമ്മ ഈ പടം ഒന്ന് അഭിനയിച്ച് തരണം, ഈ ക്യാരക്ടർ ഒന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേറെ എവിടെയോ ഷൂട്ടിംഗ് പോകുന്ന വഴിക്ക് രാവിലെ ഷൊർണൂരിൽ വന്ന് ഇറങ്ങി നൈറ്റ് വരയ്ക്കും. അപ്പോഴേക്കും വരെ 5-6 സീൻ അവരെടുത്ത് കഴിഞ്ഞു. ആ സീൻ അഭിനയിച്ചു ഞാൻ. കമലഹാസൻ അഭിനയിച്ചിട്ടും ബിസിനസ് ആയില്ല എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ വ്യത്യാസങ്ങളാണ് അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത യക്ഷഗാനം എന്നൊരു പടത്തിൽ ഞാൻ ഡയറക്റ്റ് ചെയ്തു. അതിൽ അടൂർ ഭാസി ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തു, എൻ്റെ ഒരു വീട്ടിലൊരു അമ്മാവനായിട്ട്. ഈ പറഞ്ഞതുപോലെ ഞാനായിരുന്നു അതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ ഒക്കെ ഞാനാണ് ചെയ്തത്. പക്ഷെ അങ്ങേർക്കുള്ള ഭാഗം മാത്രം ഞാൻ മാറ്റിവെച്ചു. അങ്ങേരോട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണ്, അമ്മാവന്റെ ക്യാരക്ടറാണ്, നിങ്ങൾ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അടൂർ, പങ്കജം, ഇവര് പിന്നെ വന്ന് ജയകുമാരി, ഒരു നടി, 3 പേരും കൂടിയുള്ള ഒരു കോമഡി ട്രാക്ക് അങ്ങേര് തന്നെ ഒരുക്കിയെടുത്തു. അസാധ്യമായ കഴിവുള്ള ഒരാളാണ്. പക്ഷേ സിനിമയിൽ എത്രത്തോളം അങ്ങേര് വിജയിച്ചോ അത്രത്തോളം സ്വന്തം ജീവിതത്തിൽ അങ്ങേരെ കൊണ്ട് വിജയിക്കാൻ ഒത്തില്ല. ഭാര്യയില്ല, മക്കളില്ല. അങ്ങേര് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന പോലും അങ്ങേര് നോക്കാൻ ആരുമില്ലായിരുന്നു. ഉണ്ടായിരുന്നു, എന്നാലും ഒരു ഭാര്യയൊക്കെ നോക്കുന്നതിന്റെ മാതിരി വരുമോ എത്ര തന്നെയാണെങ്കിലും. ഞങ്ങളൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടൂർ ഭാസിയോട്, ഞാൻ നസീർ സത്യനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണം കഴിക്കണമെന്നേ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പോരാന്നൊക്കെ. എന്തിന് കല്യാണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയും. ഈ എല്ലാവർക്കും ഒരു പാഠമാണ് വാസ്തവത്തിൽ അടൂർ ഭാസിയുടെ ജീവിതം. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും ഇവിടെ വെച്ച് ഓർക്കാൻ സാധിച്ചതിൽ ഏഷ്യാനെറ്റിന്റെ ഭാരവികളോട് ഞാൻ നന്ദി പറയാം.